ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഷാഡോ ഫിക്സ് ഫുഡ് ഡെലിവറി 1 lakh പ്രോഫിറ്റ് ചലഞ്ചിൽ ഡേ 11 ഇപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. സമയം ഇപ്പം 5:25 ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കുമ്പോഴാണ് ദോശ, ചമ്മന്തി, പിന്നെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ. ബാഗ് കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം കഴിഞ്ഞ ദിവസം പോലെ ഷാഡോ ഫിക്സ് തേക്കായിരുന്നാൽ കൊള്ളായിരുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം ഗ്യാരണ്ടി തന്നില്ല. അപ്പോൾ നമുക്കിന്ന് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. പമ്പി എത്തി പെട്രോൾ അടിച്ചിട്ട് പോവാം. ഇന്നത്തെ കോട്ട ഇടാൻ പോവാ കേട്ടോ. 307. ഇന്നത്തെ വിലയെന്ന് പറയുന്നത് 107 രൂപ 48 പൈസ. 107 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. 2.86 ലിറ്റർ കിട്ടിയത്. ഒരു 3 ലിറ്റർ എങ്ങനെ തികച്ച് കിട്ടിയ കൊള്ളായിരുന്നല്ലേ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. താമസിച്ചാണ് അടിച്ചേട്ടെ. 8:20 7 മണിക്ക് കറക്റ്റ് ഓണാക്കി. 8:20 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് അടിച്ചത്. പാരീസ് കിച്ചണാണ്. പാരീസ് കിച്ചൺ എന്ന് പറയുമ്പോൾ ജനറൽ ഹോസ്പിറ്റൽ റോഡ് കേട്ടോ. ഗൈസ് ഇവിടെ ഇതാണ് കുഴപ്പം ഗൈസ്. ലെഫ്റ്റിലോട് സിഗ്നൽ ഉണ്ട്, പോകാൻ പറ്റില്ല. ബ്ലോക്ക് ആക്കി, ഒരു സൈഡ് ഫുള്ള് ബ്ലോക്ക് ആക്കി. അപ്പം നമ്മൾ അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആയി പോവേ. ഒരു സിഗ്നലിൽ നിന്ന് റൈറ്റ് കയറി പോണം കേട്ടോ. പാരീസ് കിച്ചൺ ഇപ്പൊ അയ്യോ ഇവിടെ ഗൈസ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഫുട്പാത്തൊക്കെ വെച്ചോണ്ടേ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യണം. ഗൈസ് ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഐറ്റം എന്ന് പറയണത് പുട്ടും കടലയാണ്. 3 സെറ്റ് പുട്ടും കടലയും. 0574. ഓക്കെ, ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് നല്ല ചൂടുണ്ട്. നല്ല ചൂട് പുട്ടാണ് കേട്ടോ. പുട്ടും നല്ല അടിപൊളി കടലയാണ്. ജഗതിയാണ് കൊടുക്കാനുള്ളത്. കോട്ട ഹിൽ സ്കൂൾ, വഴുതക്കാട്. ഫ്ലാറ്റാണെന്ന് തോന്നുന്നു കേട്ടോ. ഷോപ്പിൽ വന്നപ്പോ ഹിന്ദിക്കാരന്മാർക്ക് ഭയങ്കര കാര്യം കേട്ടാ. യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞവിടെ എത്ര രൂപയെന്നൊക്കെ ചോദിച്ച്. ഞാൻ പറഞ്ഞു പൂര 20,000 എന്ന് പറഞ്ഞു. ഗൈസ് നമുക്ക് ഇവിടുന്ന് U-turn ആണ് പോവാനുള്ളത്. ഗൈസ് വണ്ടി ചെറിയ എഞ്ചിന്റെ പ്രശ്നമുണ്ട് കേട്ടാ. അത് അടുത്ത സിഗ്നലെത്തി. ഇവിടെ സ്റ്റോപ്പ്. അവിടെ നില്ല. അയ്യോ ഗൈസ് ഒരു ആട്ടോ എന്തോ പ്രശ്നം പറ്റി കേട്ടാ. കാണുന്ന അറിഞ്ഞൂടാ. പഞ്ചറല്ല, ഏറൊക്കെ ഉണ്ട്. മേ ബി എഞ്ചിൻ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. നമുക്ക് ഇവിടുന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ അവിടുന്ന് റൗണ്ട് ബോട്ട് കറങ്ങി പോകണം കേട്ടോ. ഇവിടെ വരും നല്ല രസമുണ്ട് കേട്ടോ. നല്ല ചരിഞ്ഞ് പോവാം, നല്ല കോൺട്ര ചെയ്ത് പോവാം. ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്. മൂലം തല്ലായിരുന്നാ കൊള്ളാം. ഗൈസ് അപ്പോൾ സാവല്യം കോംപ്ലക്സിന്റെ പുറകെ കൂടെയാണ് പോവാനുള്ളത് കേട്ടോ. അതിലാണ് മാപ്പ് കാണിക്കുന്നത്. ഇതിലെ വേണമെങ്കിൽ പോവാം. നമ്മളെ വെള്ളയമ്പലം റൂട്ട് വഴിയാണെങ്കിൽ പോവാം. ഇതിലെ വേണമെങ്കിൽ പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോവാനുള്ളത്. ലെഫ്റ്റ് ഇങ്ങോട്ടാണ് പോവാനുള്ളത്. ഇത് 1 വേ ആണ്. ഇതിലെ പറഞ്ഞൊരു അബദ്ധത്തിൽ കയറി വന്ന കളയല്ലേ കേട്ടോ. ഒരു മുട്ട ഫൈൻ അടിച്ച് തരും. വെറുതെ നമ്മളെ പൈസ കളയേണ്ട കാര്യമില്ലല്ലോ. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളെ വാൻഡ്രോസ് കേട്ടാ. പണ്ട് സ്വിഗ്ഗിയിലാകുന്ന സമയത്ത് ഇവിടെ തന്നെയായിരുന്നു ഇഷ്ടം പോലെ. ചാറാപറ ഓർഡറായിരുന്നു. ഇവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടുന്ന് മാറിയത്. നമ്മളെ
സ്ഥിരം ചായ കുടിപ്പ് കട, കാപ്പി കുടിക്കുന്ന കട ഞാൻ കാണിച്ചു തരാം. പണ്ട് കൊണ്ടുവരുമൊന്നുമില്ലായിരുന്നു. ഒരു 8-8:30 ആകുമ്പം, 8 മണി 8:30 ആകുമ്പോൾ സമയത്ത് കഴിക്കും കേട്ടാ. കഴിക്കുമെന്ന് പറയുമ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ ഒരു കട ഉണ്ടോ, ഇത് കണ്ടോ, ടേസ്റ്റ്. അവിടുന്ന് ഇവിടുന്ന് കഴിക്കുമായിരുന്നു. ഗൈസ്, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടാ. സെക്യൂരിറ്റിയിലെ ചോദിക്കട്ടെ, ഇവിടെ ആരും ഇല്ലേ? ചേട്ടോ, ഹലോ, ആളുണ്ടാ? ഇവിടെ എത്തിയിട്ടുണ്ട്. പഴയ ലിഫ്റ്റാണ് കേട്ടാ. കയറിയിട്ട് കഥ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, തരുമോ? പൈസ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 45 രൂപയാണ് കേട്ടോ കിട്ടി. ലിഫ്റ്റിൽ പോകണം, നടന്നു പോയാലേ. ഇപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. നമ്മളെ പ്ലാമൂടാണ് പോകണം കേട്ടാ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോഴാണ് ഓർഡർ അടിച്ചത്. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ലാസ്റ്റ് ഓർഡർ തന്നെ. പിന്നെ ഇതുവരെ ഓർഡർ അടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഗായ്സ്. പ്ലാമൂടാണ് ഓർഡർ അടിച്ചിരിക്കണേ. പ്ലാമൂട് അൽഹസൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. ലാസ്റ്റ് 10 മണിക്കാണ് ഓർഡർ അടിച്ചത്. ഇപ്പം മണി 12 ആയി കേട്ടോ. 12 മണി ആയി. 12, കറക്റ്റ് 12 വേണം ഓർഡർ അടിക്കണം. ഗൈസ്, അപ്പം നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത ഓർഡർ അടിച്ച് പറയാൻ മറന്നുപോയി. വേറെ ഒന്നുമല്ല, ഞാൻ ഫയൽ കോപ്പി ചെയ്തുകൊണ്ടിരുന്നു ഗൈസ്. ക്യാമറയിൽ നിന്നേ ഫോണിലോട്ട് കോപ്പി ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല വീഡിയോ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. നമ്മളെ സുപ്രീം ബേക്കറിയാണ്. ആളില്ലേ? ഗൈസ്, ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐറ്റം എന്ന് പറയണത് 3 പൂരി വിത്ത് ആലു ബാജി, പിക്കിളും, ദോശ വിത്ത് സാമ്പാർ ചട്നി. 2 സെറ്റാണ്, 2 ഐറ്റം. ഓക്കെ ഗൈസ്, അപ്പോൾ കൊടുക്കാനുള്ളത് വാഴമ്പള്ളി എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. വാഴമ്പള്ളി അല്ലേ? ഓക്കെ ഗൈസ്, വാഴമ്പള്ളി പാറോട്ട് പോകണം കേട്ടോ. ഗൈസ്, ഞാൻ കോട്ട കൊണ്ടിട്ടേക്കോണ്ടേ നല്ല ചൂടടിക്കും. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകാനുള്ളത് കേട്ടോ. ലെഫ്റ്റാണ് പോകാനുള്ളത്. ഗൈസ്, അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീടാണ് കൊടുക്കാനുള്ളത്. കസ്റ്റമറിനെ വിളിച്ചു നോക്കാല്ലേ. ഗൈസ്, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നോക്കില്ല കേട്ടോ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയെന്ന് പറയുന്നത് 45 രൂപയാണ് കേട്ടോ. ഗൈസ്, അപ്പം ഇപ്പോൾ ഒന്ന് കയറിയേ ഉള്ളൂ. ഓർഡർ ക്യാൻസലായി കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് 1 ഷോ ആവും കേട്ടോ. ഒരു രക്ഷയില്ല, ഓർഡർ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഗൈസ്, അപ്പോൾ ഫുഡ് പോലും കഴിച്ചില്ല കേട്ടോ. ഫുഡ് അതിനകത്തിരിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത് കഴിക്കട്ടെ. കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. ഗൈസ്, അപ്പം ഇതാണ് പിസ്സ കേട്ടോ. ക്യാൻസലായി. ഗൈസ്, അപ്പം വണ്ടി ചെറിയ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്.
എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടെ വർക്ക്ഷോപ്പിൽ ആൾ വന്നാലേ അറിയാൻ പറ്റൂ. ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സൗണ്ട് ഉണ്ട്. ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഗൈസ്, അപ്പം ഇതാണ് പ്രശ്നം. ഒന്നേ ടൈമിംഗ് ചെയിനിൻ്റെ പ്രശ്നമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ടാപ്പറ്റ് ലൂസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അപ്പോൾ ഇവിടെ ആൾ വന്നാലേ അറിയാൻ പറ്റൂ. നമുക്ക് റെഡിയാക്കിയാലേ പറ്റുള്ളൂ കേട്ടോ. റെഡിയാക്കിയാലേ നമുക്ക് വർക്കിന് ഇറങ്ങാൻ പറ്റും. നമ്മളെ ഷാഡോഫെക്സിൻ്റെ 1 lakh പ്രോഫിറ്റ് ചലഞ്ച് റെഡിയാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ആൾ വരട്ടെ കേട്ടോ. ഗൈസ്, അപ്പം ക്യാൻസലായ പിസ്സയാണ് കേട്ടോ. മരം പോലെയായി. രാവിലെ ക്യാൻസലായതാണ്. ഇപ്പം മണി 6 മണിയായി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? അപ്പം ഷാഡോഫെക്സ് ഫുഡ് ഡെലിവറി 1 lakh പ്രോഫിറ്റ് ചലഞ്ച് ഫെയിൽഡായി. കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി പ്രശ്നമായി കേട്ടോ, കംപ്ലൈൻ്റ് ആയി. അപ്പോൾ വണ്ടി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ലോങ് ഓടയില്ലേ. അപ്പോൾ എന്തായാലും കംപ്ലൈൻ്റ് ആവും. നമ്മൾ എത്ര സൂക്ഷിച്ചാലും കംപ്ലൈൻ്റ് ആവും. ഓക്കെ, അപ്പോൾ എൻജിൻ്റെ പ്രശ്നമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് അവർ നോക്കിയിട്ട് പറയണത്. എൻജിൻ്റെ നമ്മളെ ഇതില്ലേ, ക്രാങ്ക് ഷാഫ്റ്റ് ലൂസാണെന്നാണ് അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പോൾ റണ്ണിങ് ആവുന്നുണ്ട്, പക്ഷേ സൗണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം നമുക്ക് വണ്ടി ഓടുന്നവരെ ഓടിട്ട് അത് കഴിഞ്ഞിട്ട് ഫുൾ എൻജിൻ പണി ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ കൃഷി സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് തണലുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഡേ 11 ഫെയിലായി. നമുക്ക് ടോട്ടൽ കിട്ടിയത് 335 കണ്ടെയാന്ന് തോന്നുന്നു കേട്ടോ. 335 340 ഞാൻ സൈഡിൽ കൊടുത്തേക്കാം സ്ക്രീൻഷോട്ട്. അപ്പോൾ അതിൻ്റെ കണക്കും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ എൻജിൻ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ 12,000 രൂപ എൻജിൻ പണി ഫുൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ബോർ ചെയ്തോണമെന്നൊരു ഇടാം. അതൊരു 6,500 തൊട്ട് 7,000 രൂപ വരെ ആവും. എന്തായാലും നോക്കട്ടെ, പരമാവധി ഓടാൻ പറ്റണോ ഓടാം. ഗൈസ്, അപ്പോൾ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നമുക്ക് എല്ലാം പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പരമാവധി എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് വീഡിയോ ഇടാൻ നോക്കാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ടാണ്.